ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റോസാ ചെടിക്ക് കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ചാണ്. അത് കരുത്തോടെ വളരാൻ വേണ്ടി ഈ പറയുന്ന വളങ്ങൾ കൊടുത്തു നോക്കൂ. റോസാ ചെടി നിറയെ പൂക്കാനായിട്ട് നമ്മൾ രാസവളങ്ങളും ജൈവവളങ്ങളും കൊടുക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് ജൈവവളങ്ങൾ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വീട്ടിലുള്ള വസ്തുക്കൾ കൊണ്ട് തന്നെ റോസായ്ക്ക് നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കാൻ സാധിക്കും. കടലപ്പിണ്ണാക്ക് ഇത് വെള്ളത്തിൽ കലക്കി പുളിപ്പിച്ച ശേഷം ഒഴിക്കുന്നത് പൂക്കൾ വിരിയാൻ വളരെ നല്ലതാണ്. നിറയെ പൂക്കൾ ഉണ്ടാകും കേട്ടോ. എല്ലുപൊടി വേരുകൾക്ക് ബലപ്പെടുത്താൻ സഹായിക്കുന്നു. വേപ്പിൻ പിണ്ണാക്ക് മണ്ണിലെ കീടങ്ങളെ അകറ്റാൻ ചെടിയുടെ ആരോഗ്യത്തിന് ഉത്തമമാണ്. അതുപോലെ തന്നെ ചാണകപ്പൊടി മണ്ണിലെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. മുട്ടത്തോട് ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് മുട്ടത്തോട്. കാൽസ്യമാണ്. അത് പൊടിച്ച് നമ്മൾ അതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതെന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് അടുപ്പിച്ച് കൊടുക്കണം. നൈട്രജൻ ലഭിക്കുവാനായിട്ട് ഉപയോഗിച്ച തേയിലയില നമ്മൾ തേയില വീട്ടിൽ ഉപയോഗിച്ച ശേഷം നമ്മൾ ചായയൊക്കെ ഇട്ട ശേഷം ലാസ്റ്റ് വരുന്നത് നമ്മളൊന്ന് കഴുകി ഉണങ്ങി അത് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുന്നത് നല്ലൊരു വളമാണ്. തേയിലയും മുട്ടത്തോടും ഏറ്റവും നിറയെ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്നു. നിറയെ പൂക്കൾ ഉണ്ടാകും കേട്ടോ. കുഞ്ഞു കുഞ്ഞു ആണെങ്കിൽ നിറച്ച് പൂക്കൾ ഉണ്ടാകും. റോസ് കളർ പൂവ് പ്രത്യേക ഒരു ഭംഗിയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ കൂട്ടുകാരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളങ്ങൾ നൽകുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ നിന്ന് അല്പം മാറ്റി മണ്ണിൽ ചേർത്ത് ഇടാൻ ശ്രദ്ധിക്കുക. അതുപോലെ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം ചെടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കമ്പ് നമ്മൾ മുറിച്ച് മാറ്റി കൊടുക്കണം. അപ്പം അതിൽ പുതിയ ഇലകൾ വന്ന് പിന്നെ പൂക്കൾ നിറയെ പൂക്കൾ ഉണ്ടാവും. നമ്മൾ ആ കമ്പ് വെട്ടി മാറ്റി കഴിയുമ്പോൾ പുതിയ മുട്ടുകൾ വരാൻ തുടങ്ങും. നിറയെ പൂക്കൾ ഉണ്ടാവും. ചെടിച്ചട്ടിയിലാണെങ്കിലും മണ്ണിലാണെങ്കിലും അതനുസരിച്ചുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത്. എല്ലാ ദിവസവും വേനൽക്കാലത്ത് നനയ്ക്കണം. നനവ് പ്രധാനമാണ് വേനൽക്കാലത്ത്. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്. പിന്നെ കാണാം.